അല്ല എവിടെയാ പോയിന്ന് പറഞ്ഞു? ഓളാ ഓള് പഴയ 10ാം ക്ലാസ്സിൽ പഠിച്ച കുട്ടികളിലുണ്ടല്ലോ, ആ ഒരു ഇതിന്റെ രണ്ടാമത് ഒന്നാണ് കൂട്ടി വെച്ചിരിക്കുന്ന പുതിയ പരിപാടിയില്ലേ, പൂർവ്വ വിദ്യാർത്ഥി സംഗമോ. പൂർവ്വ വിദ്യാർത്ഥി സംഘം വാട്സപ്പിലൂടെ എന്തെല്ലാം ചർച്ചയും കാര്യങ്ങളും, അതിന്റെ മീറ്റിംഗ് എന്തോ സംഭവം പോയിട്ടുണ്ടെന്ന് പറഞ്ഞു. അതിനാ പോയി പഴയ കൂട്ടുകാർ സുഹൃത്തുക്കളും കൂട്ടുകാരികളിലും കൂടിയിട്ടുള്ള ഒരു രണ്ടാമതൊരു പുതുക്കല്, പരിചയം പുതുക്കല്. എടാ മറ്റേ ഇത് അതിനെന്താ പറയാ, സംഗമാ. സംഗമാ, പഴയ സ്കൂൾ ഗ്രൂപ്പ് വന്ന്. എടാ നീ എന്ത് ധൈര്യത്തിൽ ആ പെണ്ണിനെ പറഞ്ഞേച്ചിനി? എടാ ഇതിന്റെ അവസ്ഥ നീ അറിയിപ്പോ, ഈ പൂർവ്വ വിദ്യാർത്ഥി സംഘമല്ലേ ഈ പറയുന്നത്, ശ്രദ്ധിക്കണം, ഇത് അപകടം കേട്ടാ. അവ ഈ പഴയ ഒരുമിച്ച് പഠിച്ച ആ ചെറുപ്പത്തിൽ പഠിച്ച അവരെല്ലാം കൂടിയിട്ട് ആ കൂട്ടുകാരും കൂട്ടുകാരികളെല്ലാം കൂടിയിട്ട് വീണ്ടും സംഗമിക്കുമ്പോ അവർക്കൊരു മനസ്സിലാ ഒരു പഴയ ആ ഒരു നൊസ്റ്റാൾജിയ ഉണ്ടല്ലോ, അത് ഭയങ്കരമാണ്. ഇതിപ്പോ നീ പേപ്പറിൽ വായിക്കുന്ന മറ്റേതൊന്നും കാണുന്നില്ല, ടി വിയിൽ വരുന്ന കാര്യമൊന്നും കാണുന്നില്ല. എടാ ശ്രദ്ധിക്കണ്ടേ ഇത്. എടാ എന്റെ വീട്ടിന്റെ അയൽവക്കത്ത് കഴിഞ്ഞ മാസം ഇതേപോലെ നടത്തിയിട്ടാണ് ഭയങ്കര പാർട്ടി നടത്തിയത്. കഴിഞ്ഞ മാസം 400 ആളെ പരിപാടിയാണ്. 400 ആൾക്ക് ഈ പഴയ ഒന്നിച്ചു പഠിച്ച 400 പിള്ളേർ വിളിച്ചിട്ട് വീട്ടിലെ സദ്യ പരിപാടി കൊടുത്തു. അതുകൊണ്ടാണ് സദ്യ ഈ പരിപാടി നടത്തേണ്ട വന്നേ. ഈച്ചേക്കന്റെ ഭാര്യ ഈ സംഗമത്തിന് പോയി. ആദ്യത്തെ പ്രാവശ്യം വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല, പെണ്ണ് തിരിച്ചു വന്നി. രണ്ടാമത്തെ പ്രാവശ്യം പോയി സംഗമത്തിന് പോയി, പിന്നെ ആ പെണ്ണ് തിരിച്ചു വന്നില്ല. അത് പുതുക്കി പഴയത് പൈരിക്കായി പോയതാണ്, അത് പുതുക്കി. തിന്നാന്നല്ലേ ആൾക്കാരൊരു മനസ്സല്ലേ. അമ്മാവൻ പറഞ്ഞ ശരിയാണല്ല, ഇവിടെ പരിപാടിക്കല്ലേ ഇപ്പം പോയില്ലേ. പക്ഷേ ശ്യാമള അങ്ങനെയൊന്നും ചെയ്യില്ല, നമുക്കറിയുന്നല്ലേ, അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് എന്റെ വിശ്വാസം. ശ്യാമള അങ്ങനെയൊന്നും ചെയ്യും. പക്ഷേ ഈ പറയുന്ന ഈ നമ്മളെ അയൽവക്കത്ത് ഒളിച്ചോടി എന്ന് പറഞ്ഞില്ലേ, അപ്പോഴൊന്നും ആളും വീട്ടിൽ വരെ നമുക്കത് പണ്ണാന്ന്. സമയം 4-5 മണിയാവാനില്ലേ. ഇവിടെ ഇതൊന്നും സംഭവിച്ചവയ്യ. കാരണം എന്ന് വെച്ചാൽ 2 തിരുവോളത്തെ പിള്ളേരല്ലേ. അമ്മാവൻ ഇങ്ങനെ എന്തെങ്കിലും ആലോചിച്ചിട്ടില്ലാത്ത കാര്യങ്ങളൊന്നും ഉണ്ടാവൂല. തോന്നുന്നില്ല. എന്നാലും ഇന്നത്തെ അവസ്ഥ നോക്കിയിട്ടില്ല. കാരണം വെച്ചാൽ ഈ 10ാം ക്ലാസ് പഠിക്കുമ്പോൾ ശ്യാമളക്ക് എന്തെങ്കിലും ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്കറിയാം. അഥവാ അത് കാട്ട് പുതുക്കിയിട്ടുണ്ടെങ്കിലും എന്നാലും അങ്ങനെയൊന്നും സംഭവിക്കൂടെ, നമ്മളെ വണ്ണല്ല, അങ്ങനെ സംഭവിക്കൂല. എന്നാലും മനസ്സിനൊരു ധൈര്യം കൊടുത്തോ, മനസ്സിലായ? രണ്ടും പറയുമ്പോ എടാ എന്താ വേഗമായിട്ടൊന്നും കൊണ്ടുപോയില്ല, എന്താ പൈസയോ സ്വർണോ അങ്ങനെയൊന്നും കൊണ്ടുപോയില്ല. അത് ഞാൻ ശ്രദ്ധിച്ചില്ലമ്മ. ഇല്ല, എന്നാ പിന്നെ പോയതല്ല പോവാ. ആവൂല, ഞാൻ അങ്ങനെയല്ല. തൈമൊക്കെ ഇരുന്നോട് മുറുകെ പിടിക്കണേന്ന് പറഞ്ഞ മാതിരി ഇതെന്തെന്നാ സംഭവിക്കുന്ന ആയിരിക്കും അറിയാം. വിശ്വാസം തന്നെയാണ്. പക്ഷേ ഇത് നാട്ടിലെല്ലാം കേൾക്കുമ്പോ ഇപ്പൊ അമ്മാവൻ പറയും കൂടി ചെയ്ത റോള് വരുന്ന ലേറ്റ് ആവുമല്ലോ കൂടി കൂട്ടി ഓരോ ദിവസവും എന്തെല്ലാം സംഭവിക്കുന്നു. അതെ, അതാണ് ഒരു നിമിഷം മതിയല്ല ഈ മനസ്സിലും മാറാൻ വേണ്ടിട്ട് അല്ലേ. പക്ഷെ എന്നാലും ശ്യാമള ഇല്ലപ്പ അങ്ങനെ പോകുന്നില്ല, ഉറപ്പല്ല, പോവില്ല. എന്നാലും പോവാ അറിയിക്കണ്ടല്ല, പോവാ അമ്മാവ. അങ്ങനെ സംഭവിക്കില്ല, പക്ഷെ എന്നാലും ശ്രദ്ധിക്കണം കേട്ടോ. അങ്ങനെയില്ല, പക്ഷെ ഈ ശ്യാമളനെക്കാട്ടിയും വലിയ ഇതായിട്ടുള്ള പെണ്ണേനും ഇപ്പം കഴിഞ്ഞ മാസം പോയത്. അതുകൊണ്ടാണ് എനിക്കൊരു പ്രശ്നം. ആ പോയ പെണ്ണിന് ഇതേപോലെ തന്നെ 2 മക്കളില്ലേ. ശ്യാമള പോകുന്ന പറയുന്നത് അങ്ങനെയല്ല, ഇത് ഈ പിള്ളന്മാരെ മനസ്സല്ലടാ. ചെറുപ്പത്തിലുള്ള തലക്കൂട്ടി കഴിഞ്ഞാല് ഇപ്പത്തൊന്നും നോക്കൂല. നീ ബേജാറാവണ്ട, നമുക്കൊരു മണിക്കൂറും കൂടി കാത്തുക. അല്ല നീ ഒന്ന് കരുതി വെച്ചിനാ. അതായത് ഇപ്പം ഭാര്യമാർ ഒളിച്ചുകൂടി പോയാല് ഇപ്പം ഭർത്താക്കന്മാർ പാർട്ടി നടത്തുന്ന ഒരു ട്രെൻഡായിട്ട് മാറിയിട്ടുള്ളു. ശ്യാമളിയെത്തിയല്ലോ. ഇക്കാര്യം പറഞ്ഞേക്കല്ലേ, മാമന്റെ വില പോയി ഇല്ല, കുറച്ച് സമയമായിട്ടുള്ള ഒന്നുമില്ല മോളെ. അത് നിനക്ക് വെറുതെ തോന്നി, അല്ല സമയം വരാൻ ലേറ്റായപ്പോ എല്ലാരും ഉണ്ടായിനി. അതെയാ, ഒന്നുമില്ല. പരിപാടി എന്തുണ്ട്? അടിപൊളി അമ്മ. പക്ഷെ ഇതെല്ലാം കഴിഞ്ഞിട്ട് വരുമ്പോ ഒരു വിഷമം.
ശരി, കൊറേ കാലം കൂട്ടി എല്ലാരും കണ്ടൊരു സന്തോഷമുണ്ടേ. എല്ലാരും കണ്ട് നല്ല ഹാപ്പി. എല്ലാരും ഉണ്ടായിരുന്നോ? ഓ എല്ലാരും ഉണ്ടായി. എല്ലാരും എല്ലാരും പ്രതീക്ഷിച്ച എല്ലാരും ഉണ്ടായിരുന്നു. ആ പ്രതീക്ഷ ആൾക്കാരെല്ലാം ഉണ്ടായി, പ്രതീക്ഷിക്കാത്ത ആൾക്കാരും ഉണ്ടായി. അമ്മാവ പ്രതീക്ഷേന്റെ അപ്പുറം കേട്ടോ. ഇനി അടുത്തുണ്ടായി പരിപാടി ഇനിയിപ്പഴേ ഉണ്ടാവില്ല, കൊറേ കൊല്ലം കൂടിയിട്ടാണ് ഇപ്പം തുടങ്ങിയത്. സമാധാനായി. അടിപൊളിയാണ്, നമ്മൾ എൻജോയ് ചെയ്തു എല്ലാരും. അല്ല മോളെ, നമ്മളെ അമ്മായിന്റെ ക്ലാസ് മീറ്റിനെല്ലാം നിനക്കറിയാം. അമ്മായിന്റെ ഒന്നും അറിയില്ല. അമ്മായിന്റെ എനിക്ക് അറിയില്ല. പക്ഷെ അവിടെ സുഖം നിനക്കറിയാം. ആ ഇംഗ്ലീഷെല്ലാം ഇടക്കിടക്ക് പറയും. 10 എത്തിയിട്ടുണ്ടാവില്ലേ? എങ്ങനെയെങ്കിലും ഇപ്പൊ ഇംഗ്ലീഷ് അമ്മാവനോടല്ല ചുമരിനോടോ? അല്ലല്ല, എന്നോട് ഇടക്കിടക്കെല്ലാം പറയുന്നപ്പ അല്ലേ അല്ലേ. ഞാൻ അത്ര കഷ്ടപ്പെട്ടിട്ടില്ല തരത്തില്ല. ഈ റീയൂണിയന്റെ പരിപാടി നമ്മളെ അമ്മായിക്ക് വേണ്ടിട്ട് ഞാൻ സംഘടിപ്പിക്കുക. അത് ഉറപ്പ്. അത് വേണം, അതെല്ലാം ഒരു സന്തോഷം. വയസ്സാൻ കാലത്തായാലും ഭയങ്കര സന്തോഷം. അതേമാതിരി ഒരു സംഘം നടത്താൻ വേണ്ടിട്ട് അമ്മായിന്റെ പഴയ ടീമിനാണ്. അതായത് ഇങ്ങനെ ഒരു സംഗമം നടത്തിയിട്ട് ഓ അക്കയെ പെണ്ണ് പോയ വരി അമ്മായി പോയിട്ടുണ്ടെങ്കിലോ. പക്ഷെ അമ്മാവൻ പോയിക്കണ്ട, അമ്മായി അമ്മാവിനെ കൊണ്ടേ പോകും. സുഖു ശ്യാമളെ, അമ്മാവന്റെ ഉള്ളിൽ ഇങ്ങനൊരു മോഹം ഉണ്ടെന്ന് അമ്മായി അറിയണ്ടെന്നല്ലേ? അങ്ങനെയല്ലേ? അതന്നെ. ഓക്കേടാ.